അമരം 4K ഒരു പക്ക റീ റിലീസ് സ്കാമാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് കയറുമ്പോൾ എഴുതി കാണിക്കും ഇതിന്റെ ഒറിജിനൽ ഫിലിമോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ലഭ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡെഫിനേഷനുള്ള ഒരു സംഭവത്തിൽ നിന്ന് 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഇതിലുണ്ടാവും. അത് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് പടം തുടങ്ങുമ്പോൾ പക്ക യൂട്യൂബിൽ കാണുന്ന പ്രിന്റ്, ഈ യൂട്യൂബിൽ കിടക്കുന്ന ഈ പ്രിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്നത്. ഇത് പക്ക സ്കാം എന്നല്ലാതെ എന്താ പറയുക. ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെല്ലാം ലാലേട്ടൻ പടങ്ങളാണ്, അതല്ലാതെ റീ റിലീസിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ അതിനൊക്കെ മിനിമം ക്വാളിറ്റി ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ തന്നെ വടക്കം വീരകഥ നല്ല ഗംഭീര ക്വാളിറ്റിയിലാണ് വന്നത്. പക്ഷേ ഈ അമരം പോലുള്ള സിനിമകൾ ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ റീ റിലീസ് ചെയ്തിരിക്കുന്ന ടീം ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ശുദ്ധ പോകൃതരമാണ്. കാരണം ടിക്കറ്റ് എടുത്ത് കയറുന്നവന് യൂട്യൂബ് പ്രിന്റാണ്. യൂട്യൂബ് പ്രിന്റ് കാണാനാണെങ്കിൽ ഇവനെന്തിനാ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്നത്? യൂട്യൂബിൽ നിന്ന് കണ്ടാൽ പോരെ? നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലെ ആളുകളെ പറ്റിക്കാൻ? അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഒരു കാശ് പോയവന്റെ സങ്കടമായിട്ട് കണ്ടാൽ മതി. യൂട്യൂബ് പ്രിന്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് യൂട്യൂബിൽ ഇരുന്നാണല്ലോ. യൂട്യൂബിൽ ഇരുന്നാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കാരണം ചെറിയ സ്ക്രീനാണല്ലോ മൊബൈൽ. ഇത് വലിയ സ്ക്രീനിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ല. എന്ത് പറയാൻ? കട്ടപ്പാര എടുത്ത് ഇറങ്ങിക്കൂടെ?